പുളിയുടെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ കുറേ പേരെന്നല്ല അറിയാത്ത ആൾക്കാർ നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പുളി എങ്ങനെയാണ് ഉണക്കുന്നത്. അവരുടെ വീട്ടിലൊക്കെ പുളി എന്ന് വെച്ചാൽ ഇതിനെപ്പറ്റി അറിയാത്തില്ല. നമ്മളൊക്കെ എന്ന് പറയുമ്പോൾ 80-90കളിലൊക്കെ ജനിച്ചവർക്ക് നന്നായിട്ട് അറിയാം ഇതെങ്ങനെയാണ് ഉണക്കുന്നതെന്നൊക്കെ. കേരളത്തില് വ്യാപകമായിട്ട് കറികളിൽ പ്രത്യേകിച്ച് മീൻകറിയിൽ ഉപയോഗിക്കുന്ന പുളി രസമുള്ള കുടംപുളി ഉണ്ടാകുന്ന മരമാണ് കുടംപുളി മരം. ഇതിന് പിണംപുളി, മീൻപുളി, ഗോരക്കപ്പുളി, പിണാർ, പെരുമ്പുളി, കുടപ്പുളി, കൊടപ്പുളി, മരപ്പുളി, തോട്ടുപുളി എന്നുള്ള പല പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. സാധാരണ ഈ മരം വളരുന്നത് തോട്ട് സൈഡിൽ, ആറ് സൈഡിൽ, റോഡ് സൈഡിലൊക്കെയാണ്. അപ്പൊ പകുതി നാട്ടുകാർക്കും പകുതി വീട്ടുകാർക്കും യൂസ്ഫുൾ ആവും. തോടിന്റെ ഒക്കെ തീരത്തുള്ളത് കൊണ്ടായിരിക്കാം തോട്ടുപുളി എന്നുള്ള പേര് വന്നത്. പഴുത്ത പുളി എടുത്തിട്ട് ഉടയ്ക്കണം. ഉടച്ചിട്ട് തന്നെ നമ്മൾ ഇതിനകത്ത് കുരു എടുത്ത് കളയും. കണ്ടോ, ഇതെടുത്താൽ കളയും, ഇതിനെ എടുത്താൽ കളയും. ഇതിൻ്റെ കൂടെ വീഴുന്നത് അത് ഇരുത്തിട്ട് പഴുത്തിട്ട് ഞങ്ങൾ ഉടയ്ക്കത്തുള്ളൂ. അപ്പം അന്ന് ഞാൻ ചേരെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേരെന്ന് പറയുന്നത് പണ്ടത്തെ നമ്മുടെ അടുപ്പുണ്ടല്ലോ, അടുപ്പിൻ്റെ മേളിൽ ഇങ്ങനെ ഒരു തട്ട് വെച്ചിട്ടുണ്ടാക്കുന്നതിനാണ് ചേരെന്ന് പറയുന്നത്. ഇതിപ്പം അടുപ്പല്ല, ഇതിപ്പോൾ വെളിയിലാണ്. ഇപ്പം ഒരു ചായപ്പിന്റെ സൈഡില് ഇതേപോലെ തട്ടുണ്ടാക്കി കണ്ടില്ലേ, ഇതേപോലെ തട്ടുണ്ടാക്കി ഇതിന്റെ പുറത്ത് പുളി അടുക്കി വെക്കും. താഴെ പച്ച അതായത് പഴുത്തത് ഉടച്ച പുളികൾ ഇത് തേച്ചേക്കുന്നത്. അതിൽ കുറച്ചും കൂടെ വെള്ളം വലിഞ്ഞതാണ് മേളിലിരിക്കുന്നത്. എന്നിട്ട് അടിയിൽ ഇതുപോലൊക്കെ തീക്കനലാണ്. തീ നല്ലോണം കത്താൻ പാടില്ല. ഒരുപാട് കത്തരുത്, ചെറുതായിട്ടൊന്ന് കത്തിയിട്ട് ആളി കത്തരുത്. ചെറുതായിട്ട് ഇങ്ങനെ പുകഞ്ഞ് എപ്പോഴും ചൂട് നിൽക്കണം. അപ്പോൾ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇടയ്ക്കിടയ്ക്കൊന്ന് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ പുകഞ്ഞ് നിൽക്കണം. അപ്പം ഈ ചൂട് കൊണ്ട് ഈ പുളി കേടാകാതെ നമുക്ക് ഉണങ്ങി കിട്ടും. തീ ആളി കത്താൻ പാടില്ല. തീയുടെ ആ പുകയുണ്ടല്ലോ, ചെറിയ ഒരു പുക, ആ തീ ആളി കത്താനേ പാടില്ല. ഇങ്ങനെ തീ ആളി കത്തുകയാണെങ്കിൽ നമ്മളിങ്ങനെ പച്ച, അതായത് ഈ വാഴത്തണ്ടൊക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ തീ ഇങ്ങനെ കെടുത്താനും പറ്റും. നമ്മളിപ്പോൾ ചൂടാണെങ്കിലും വെയിലാണെങ്കിലും ഇതേപോലൊക്കെ പുക കൊള്ളിക്കണം. അതായത് ഇങ്ങനെ വെച്ചിട്ട് തീ കൊണ്ട് ഇങ്ങനെ വെള്ളമൊക്കെ വലിഞ്ഞ് കളറ് മാറും. കണ്ടോ, ഈ കളർ മാറി ഇതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഇത് വെയിലത്തോട്ടിടുന്നത്. വെയിലത്തോട്ടിട്ട് നല്ല ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ തീ ആളി കത്താൻ പാടില്ല. ഇതിപ്പോൾ നമ്മൾ കത്തിച്ചപ്പം ആളി കത്തിയതാണ്. നമ്മളിത് ഇങ്ങനെ തീ കുറച്ച് കെടുത്തണം. കെടുത്തിട്ട് ആ പുക മാത്രം കൊള്ളിച്ചാൽ മതി. തീ ആളി കത്തേണ്ട കാര്യമില്ല. ഇങ്ങനെ പുക കൊള്ളിച്ചു കഴിഞ്ഞാൽ ഈ കറുത്ത കളർ ഈ പുളിക്ക് വരത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെയിലത്തിട്ട് ഉണങ്ങുവാണെങ്കിൽ, ഡയറക്റ്റ് വെയിലത്തിട്ട് ഉണങ്ങുവാണെങ്കിൽ വെളുത്തിരിക്കും പുളി. അതുകൊണ്ടാണ് ഇങ്ങനെ പുക കൊള്ളിക്കുന്നത്. ഇതിപ്പോൾ ഉണക്കിയെടുത്ത പുളിയാണ് നമ്മളൊരു കവറിൽ, അതായത് ചേരിൽ ഉണക്കിയെടുത്ത പുളിയാണ് ഈ ഒരു കവറിൽ വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെ മയപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ ഉപ്പുനീര് തളിച്ചിട്ട് ഉപ്പ് കല്ല് വിട്ട് എണ്ണ ഇട്ടിട്ട് നമ്മൾ മയപ്പെടുത്താനായിട്ട് സെറ്റാക്കി വെക്കണം. ഒരു ലെയർ കറുത്ത പുളി ഇട്ടുക, പിന്നെ ഇച്ചിരി ഉപ്പിടുക, പിന്നെ ഇച്ചിരി എണ്ണമയം പുരട്ടുക. അങ്ങനെ ലെയറിലായിട്ട് നമ്മൾ എടുത്തിട്ട് വെച്ചിട്ട് വെക്കും ഈ സാധനം. ഇത് അപ്പോൾ വർഷങ്ങളോളം കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും.